പൃഥ്വിരാജ് നായകനായി പ്രദർശനത്തിന് വന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ആഗോളതലത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ 90.20 കോടി രൂപയിലധികം നേടിയെന്നാണ് റിപ്പോർട്ട്. ബേസിലും നിർണായക വേഷത്തിലുണ്ടായിരുന്നു. പൃഥ്വിരാജ് നായകനായ ഗുരുവായൂർ അമ്പലനടയിൽ OTTയിൽ ഹിറ്റായിരിക്കുകയാണിപ്പോൾ. വമ്പൻ ഹിറ്റായ ഗുരുവായൂർ അമ്പലനടയിൽ OTT ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് തുടങ്ങിയപ്പോഴും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ നിന്ന് 2024 ഓപ്പണിംഗ് കളക്ഷനിൽ ഗുരുവായൂർ അമ്പലനടയിൽ 3-ാം സ്ഥാനത്താണെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം 5.83 കോടി രൂപ നേടി കേരളത്തിൽ രണ്ടാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ 5.85 കോടിയുമായി റിലീസിന് കേരളത്തിൽ 1-ാം സ്ഥാനത്തുമുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും E4 എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത, CV സാരഥി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ കോമഡി എന്റർടൈനർ ചിത്രമായിട്ടാണ് പ്രിയങ്കരമാകുന്നത്. കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. സംവിധായകൻ വിപിൻ ദാസിന്റെ പൃഥ്വിരാജ് ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പ്രൊഡക്ഷൻ കൺട്രോളർ റിനി ദിവാകർ, സംഗീതം അങ്കിത് മേനോൻ, മേക്കപ്പ് സുധി സുരേന്ദ്രൻ, ആർട്ട് ഡയറക്ടർ സുനിൽ കുമാർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനീഷ് നന്ദിപുലം, അരുൺ S മണി ആണ് ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനർ. പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ സെക്കൻഡ് യൂണിറ്റ് ക്യാമറ അരവിന്ദ് പുതുശ്ശേരി, വിനോഷ് കൈമൾ, സ്റ്റിൽസ് ജസ്റ്റിൻ, ഓൺലൈൻ മാർക്കറ്റിംഗ് ടെൻജി എന്നിവരാണ്.